എല്ലാവർക്കും നമസ്കാരം. ബഡ്ജറ്റ് 2023-24 MCQ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യത്തെ ചോദ്യം, യൂണിയൻ ബഡ്ജറ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആര്? വി ആനന്ദ നാഗേശ്വരൻ, നിർമ്മല സീതാരാമൻ, സ്മൃതി ഇറാനി, ദ്രൗപദി മുർമു. 2, ഡാഷ് ഡിപ്പാർട്ട്മെൻറ്റാണ് ബഡ്ജറ്റ് തയ്യാറാക്കുന്ന നോഡൽ ബോഡി. ഇതിന് ഞാൻ MCQ ഓപ്ഷൻസ് തരാൻ വിട്ടുപോയിട്ടുണ്ട്. ഡാഷ് ഡിപ്പാർട്ട്മെൻറ്റാണ് ബഡ്ജറ്റ് തയ്യാറാക്കുന്ന നോഡൽ ബോഡി. 3, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് AFS എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പ്രതിപാദിക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലെ ഭരണഘടനയിലെ ആർട്ടിക്കിൾ ഏതാണ്? 112, 110, 108, 123. ശ്രീ അന്ന എന്ന് ബഡ്ജറ്റിൽ പറയുന്ന ധാന്യം ഏതാണ്, അല്ലെങ്കിൽ വിള ഏതാണ്? മില്ലറ്റ്, പാഡി, ഷുഗർ കെയിൻ, ജ്യൂട്ട്. സിക്കിൾ സെൽ അനീമിയ എന്ന രോഗം പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി ലക്ഷ്യം വെക്കുന്ന വർഷം ഏതാണ്? സിക്കിൾ സെൽ അനീമിയ എന്ന രോഗം പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി ലക്ഷ്യം വെക്കുന്ന വർഷം 2037, 2047, 2035, 2030. PBTG എന്നത് ഏത് വിഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത്? ട്രാൻസ്ജെൻഡർ, കർഷകർ, സർക്കാർ ജീവനക്കാർ, ട്രൈബൽ ഗ്രൂപ്പ്, ഗോത്രവർഗ്ഗക്കാർ, ട്രൈബൽസ്. 7, ഇന്ത്യൻ റെയിൽവേക്ക് അനുവദിച്ച ബഡ്ജറ്റിലെ തുക എത്രയാണ്? ഇന്ത്യൻ റെയിൽവേക്ക് ബഡ്ജറ്റ് അനുവദിച്ച തുക, മാറ്റിവെച്ച തുക എത്രയാണ്? 8, നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന് വേണ്ടി ബജറ്റിൽ നീക്കിവെച്ച തുക എത്രയാണ്? നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ 19,700 കോടി, 20,000 കോടി, 13,000 കോടി, 24,000 കോടി. 9ാമത്തെ ചോദ്യം, PM പ്രണാം സ്കീം എന്തുമായി ബന്ധപ്പെട്ടതാണ്? PM പ്രണാം സ്കീം എന്തുമായി ബന്ധപ്പെട്ടതാണ്? 10, മിസ്റ്റി എന്നത് എന്തുമായി ബന്ധപ്പെട്ട സ്കീമാണ്? മിസ്റ്റി എന്നത് എന്തുമായി ബന്ധപ്പെട്ട സ്കീമാണ്? A, ഹണി, തേൻ. B, വാട്ടർ. C, മാംഗ്രൂവ്സ്, കണ്ടൽക്കാട്. D, വീറ്റ്, ഗോതമ്പ്. ഏതാണ് മിസ്റ്റി എന്ന ഇനീഷ്യേറ്റീവ് ഇവിടെ കാണിക്കുന്ന ഏതാണ്, എന്തുമായി ബന്ധപ്പെട്ടതാണ്? 11, 7 ലക്ഷം വരെയാണ് വാർഷിക വരുമാനമെങ്കിൽ, അതായത് 7 ലക്ഷം വരെയാണ് വാർഷിക വരുമാനമെങ്കിൽ നികുതി നിരക്ക് എത്രയാണ്? 10%, 0%, 5%, 20%. ഇത്രയാണ് ചോദ്യങ്ങൾ. ഇനി നമ്മൾ ഉത്തരങ്ങൾ ഡിസ്കസ് ചെയ്യാം. യൂണിയൻ ബഡ്ജറ്റ് പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത് ആരാണ്? ഫിനാൻസ് മിനിസ്റ്ററാണ് ചെയ്യുക. നിർമ്മല സീതാരാമനാണ് ഫിനാൻസ് മിനിസ്റ്റർ, അല്ലേ? 2ാമത്തേത്, ഡാഷ് ഡിപ്പാർട്ട്മെൻറ്റാണ് ബഡ്ജറ്റ് തയ്യാറാക്കുന്ന നോഡൽ ബോഡി. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് ആണ് നോഡൽ ബോഡി. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് ആണ് ബഡ്ജറ്റ് തയ്യാറാക്കുന്ന നോഡൽ ബോഡി. 3, ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 112 ആണ് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. ബഡ്ജറ്റ് നേരിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയും പറഞ്ഞിട്ടില്ല. ശ്രീ അന്ന എന്ന് ബഡ്ജറ്റ് പറയുന്ന ധാന്യം ഏതാണ്? മില്ലറ്റാണ്, മില്ലറ്റ്. 5, സിക്കിൾ സെൽ അനീമിയ എന്ന രോഗം പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യാൻ ലക്ഷ്യം വെക്കുന്ന വർഷം, ഏത് വർഷമാണ് പൂർണ്ണമായും നിർമ്മാർജ്ജനം ചെയ്യുമെന്ന് പറയുന്നത്? 2047. PBTG എന്നത് ഏത് വിഭാഗത്തെ സൂചിപ്പിക്കുന്നതാണ്? PBTG എന്താണ്? പ്രിമിറ്റീവ് വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പാണ് എന്ത് PBTG എന്ന് പറയുന്നത്? വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്, പ്രിമിറ്റീവ് വൾണറബിൾ ട്രൈബൽ ഗ്രൂപ്പ്. അപ്പോൾ എന്താണ്? ട്രൈബൽ ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ഗോത്രവർഗ്ഗക്കാരെ സംബന്ധിച്ചിട്ടുള്ള സ്കീമാണ്. ഇതാണ് ഈ PBTG എന്ന് പറയുന്നത്. PBTG സ്കീമല്ല, PBTG ഒരു വിഭാഗമാണ്. അതുമായി ബന്ധപ്പെട്ട് ബഡ്ജറ്റിലൊരു മെൻഷനിങ് ഉള്ളതുകൊണ്ടാണ് PBTG എന്തുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചത്. ഇന്ത്യൻ റെയിൽവേക്ക് അനുവദിച്ച ബഡ്ജറ്റിലെ തുക എത്രയാണ്? 2.4 ലക്ഷം കോടിയാണ് റെയിൽവേക്ക് വേണ്ടി നീക്കിവെച്ചിരിക്കുന്ന തുക. നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന് വേണ്ടി ബഡ്ജറ്റിൽ നീക്കിവെച്ച തുക 19,700 കോടിയാണ്. 19,700 crores ആണ് നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന് വേണ്ടി ബഡ്ജറ്റിൽ നീക്കിവെച്ചത്. 10, PM പ്രണാം സ്കീം എന്ന് പറയുന്നത് കെമിക്കൽ ഫെർട്ടിലൈസർ റിഡക്ഷനാണ്, യൂസേജ് കുറക്കാൻ വേണ്ടിയിട്ടുള്ള സ്കീമാണ്. PM പ്രണാം എന്ന് പറയുന്നത് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സിൻ്റെ ഉപയോഗം കുറച്ചിട്ട്, രാസവളത്തിൻ്റെ ഉപയോഗം കുറച്ചിട്ട് മറ്റ് ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് PM പ്രണാം സ്കീം. 10, മിസ്റ്റി എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടാണെന്ന് ചോദിച്ചാൽ കണ്ടൽക്കാടുകളാണ്, മാംഗ്രൂവ്സ്, കണ്ടൽക്കാടുകൾ. 11ാമത്തെ അവസാനത്തെ ചോദ്യം, 7 ലക്ഷം വരെയാണ് വാർഷിക വരുമാനമെങ്കിൽ നികുതി നിരക്ക് എത്രയാണ്? 0. ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്നത് up to 7 lakhs per annum ആണെങ്കിൽ up to
7 ലക്ഷം വരെയാണെങ്കിൽ നികുതി വേണ്ട എന്ന് പറയുന്നു. ഇത്രയാണ് ബഡ്ജറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള MCQ എന്ന് പറയുന്നത്. ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ബൈ, ടേക്ക് കെയർ.